ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കാണാൻ മറയത്തുന്നുള്ള സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ഷൂട്ടിൻ്റെ ഇടയിലെ നേഴ്സായിട്ട് അഭിനയിക്കുന്ന ആളോട് സുമിത്ത് ചെന്നിട്ട് എൻ്റെ ഒപ്പം റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ നഴ്സിനോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് അയാളൊരു പുരുഷനാണെന്ന് സുമിത്തിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നേത്രയും രോഹിത്തും കൂടിയിട്ട് അവന് കൊടുത്ത പണിയാവും. ഇത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സോന ചിരിച്ചിട്ട് രോഹിത്തിന് ഹൈ ഫൈവ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുമിത്ത് സോനയോട് ഇത് നീയാണല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്താണ് അതിന് മറുപടി കൊടുക്കുന്നത്. സോനയല്ല, എല്ലാം ചെയ്തത് ഞാനാണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നവരെല്ലാം പോയ ശേഷം രോഹിത് സോനയ്ക്ക് നിമ്മി കൊടുത്ത ആ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സ് ആകാമോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ട് ഞാനെല്ലാം മറന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോ? എൻ്റെ അമ്മയ്ക്ക് ഏറ്റ അപമാനം ഞാൻ ഒരിക്കലും മറക്കാൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരരുതെന്ന് പറയുമ്പോൾ രോഹിത് എനിക്കറിയാം നിന്റെ അമ്മയോട് എൻ്റെ വീട്ടുകാർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ എത്ര വട്ടം സോറി നിന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പിന്നാലെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, എന്നെ വെറുതെ വിട് എന്ന് അവൾ പറയുമ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സോന വീട്ടിൽ വന്ന് ന്യൂസ് പേപ്പറിലെ പരിയുടെ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരെയും വിളിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫാഷൻ ഷോയുടെ ഫൈനൽ റൗണ്ടിന് വേണ്ടി പരിയും പിന്നെ രോഹിത്തിൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള പൂജയും റെഡി ആവുന്നുണ്ട്. ഈ പരിയും പൂജയും ആജന്മ ശത്രുക്കളാണ്, കീരിയും പാമ്പും എന്ന് പറയില്ലേ, അതുപോലെ. അങ്ങനെ ആ ഷോയുടെ ജഡ്ജസിൽ ഒരാളായിട്ട് വരുന്നത് നമ്മുടെ സുമിത്താണ്. സോനയുടെ അനിയത്തി ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവനെ അപമാനിച്ചു വിട്ട സോനയോടുള്ള ദേഷ്യത്തിൽ മനസ്സിൽ പലതും അവൻ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം ആ ഷോയിൽ സോനയുടെ പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓർഗനൈസേഴ്സ് സുമനെ വിളിച്ച് വലിയ ഒരു തുക ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈസ എന്ന് കേട്ടപ്പോൾ തന്നെ സുമൻ ഫ്ലാറ്റായിട്ട് അതിനെ സമ്മതിച്ച് സോനയോട് ഈ കാര്യം വന്ന് പറഞ്ഞിട്ട് അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പിന്നെ രോഹിത്തിനെ കാണിക്കുകയാണ്. ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം നോക്കിയിട്ട് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടവൻ. അപ്പോൾ അത് ഒരു പെണ്ണ് അവന് കൊടുത്തതാവും. അപ്പോൾ അവൻ എല്ലായ്പ്പോഴും വിളിക്കുന്ന ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ പതിവിന് വിപരീതമായിട്ട് ആരോ ആ കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഞെട്ടിയിട്ട് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. അവനപ്പോൾ ഭ്രാന്തമായ അവസ്ഥയിൽ എന്തെങ്കിലും പറയും പ്ലീസ് പ്ലീസ് എന്നെല്ലാം ഉറക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടിട്ട് നഴ്സുമാരൊക്കെ അങ്ങോട്ട് ഓടി വരികയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ നിഷിയും യാഷും കൂടി അവരുടെ വളർത്തുമകളായിട്ടുള്ള പൂജയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പൂജ യാഷിൻ്റെയും നിഷയുടെയും യഥാർത്ഥ മകളല്ല, അവളെ ദത്തെടുത്തതാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവരും പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. പിന്നെ സോനയോട് പരി വന്നിട്ട് സുമിത്തിനോട് അവളെ ജയിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ തന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് സോന പറയുന്നത് കേട്ടിട്ട് സുമൻ അവളെ ചീത്ത പറയാണ്. അപ്പോൾ പരി അവളോട് ചേച്ചിക്ക് ഞാനൊരു നടിയാകുന്നത് അസൂയാണ്, അതുകൊണ്ടാണ് ചേച്ചി പറയാത്തത് എന്നൊക്കെ അവളോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ പറയുന്നതെല്ലാം കേട്ട് സോന വിഷമിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം രോഹിത് നമ്പർ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ കമ്പനിയിൽ പോയിട്ട് പറയുമ്പോൾ പോലീസ് റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇതിനൊന്നും പറ്റില്ല എന്ന് അയാൾ അവനോട് പറയാണ്. അപ്പോൾ അയാളോട് നന്നായിട്ട് രോഹിത് ദേഷ്യപ്പെട്ടിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ നിനക്ക് എന്ത് പറ്റി രോഹിത്തെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് അവനെല്ലാം കരഞ്ഞിട്ട് തുറന്ന് പറയാണ് കാര്യങ്ങളൊക്കെ. അവൻ കോള് വിളിച്ചതും ആ കോൾ ആരോ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ വീണ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫാഷൻ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ സോനയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കരൺ വന്നിട്ട് അവളെ ബാഡ് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടും ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടാവും, അതുകൊണ്ടാവും അവനവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ സോന അവരോട് മര്യാദയ്ക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് പുറത്ത് നിർത്തി വാതിലടക്കുകയാണ്. പിന്നെ പരിയെ കാണാൻ സോന പോകുമ്പോൾ പരി അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഡിസൈനറിനോട് സംസാരിക്കുകയാണ്. അവളെ ഡ്രസ്സിൻ്റെ ഹുക്ക് ലൂസാണ്, അത് ശരിയാക്കണമെന്ന് പറയുന്നത് കേട്ടിട്ട് സോന അത് പോയി ശരിയാക്കാൻ നോക്കുമ്പോൾ പൂജ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ സോനയുടെ കയ്യിലിരിക്കുന്നത് അവളുടെ ഡ്രസ്സാണെന്ന് പൂജ പറയുമ്പോൾ ഞാൻ പരിയുടെ ഡ്രസ്സാണെന്ന് വിചാരിച്ചാണ് എടുത്തത്, സോറി എന്ന് സോന അവളോട് പറയാണ്. അപ്പോൾ പൂജ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ ഇല്ലാതെ നിൽക്കാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞിട്ട് പരിയുടെ ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോന അത് മാറിയിരുന്നിട്ട് ശരിയാക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് പോയതും സുമിത്ത് പറഞ്ഞയച്ച ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരാണ്. എന്നിട്ട് പരിനീതി എന്ന് എഴുതിയിട്ടുള്ള ആ ഡ്രസ്സ് വെട്ടി ആകെ കേടാക്കുന്നുണ്ട്. അതിനുശേഷം സീറ്റിൻ്റെ പേരിൽ സോനയും രോഹിത്തും തമ്മിൽ അടിയാവുമ്പോൾ അവിടേക്ക് പ്രീതി വരുന്നത് കാണിക്കുകയാണ്. അപ്പോൾ പ്രീതി വന്നിട്ട് അവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ട്.
പ്രീതിയെ അറിയില്ലേ, അന്ന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടന്നിരുന്ന ആ കുട്ടിയാണ് അവള്. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ആങ്കർ വന്നിട്ട് രോഹിത്തിനെ സ്റ്റേജിലേക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം മോഡൽസ് ഒക്കെ വന്നിട്ട് റാമ്പ് വോക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ കരൺ അവൻ്റെ കാമുകിയെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സോന വന്നിട്ട് കരണിനെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൽ അവനോട് ദേഷ്യപ്പെടാണ്. അപ്പോൾ ആ റൗണ്ടിൽ പരിയും പൂജയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാണ്. അപ്പോൾ സോന വന്നിട്ട് പരിയോട് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അവൾ സോനയെ തള്ളി മാറ്റി എൻ്റെ ഡ്രസ്സ് കേട് വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ സോനയ്ക്ക് എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടതിലും അവൾ തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതിലും നന്നായിട്ട് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ തന്നെ ആങ്കർ സോനയുടെ പെർഫോമൻസിനായിട്ട് അവളെ വിളിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പെർഫോമൻസിനിടയിൽ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കരണ് അവൾക്കുള്ള പണി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ട രോഹിത്ത് അവളെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ഡാൻസർ ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നവർ അവന് സോനയുടെ അടുത്തേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ കരൺ കൊടുത്ത പണിയിൽ അവളുടെ പുറത്താകെ പൊള്ളലേറ്റിട്ടുണ്ടാവും. അപ്പോൾ രോഹിത്ത് അവൻ്റെ കയ്യിൽ കരുതിയ മരുന്ന് അവൾക്ക് ഡാൻസിൻ്റെ ഇടയിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ അച്ഛൻ വീണയോട് അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ എന്താ നടക്കുന്നതെന്നും എനിക്കറിയില്ല, പക്ഷേ അവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ നല്ല ചേർച്ചയുണ്ടെന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സോന ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കരൺ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ അവളോട് നിൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് കൊള്ളാലോ, എന്താ നിന്നോടുള്ള കെയറിങ്, നിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടിൽ പോലും അവന് കാണാൻ സാധിക്കുന്നില്ലല്ലോ, ഇതൊക്കെ കണ്ടിട്ട് മുറിവ് നിനക്കും വേദന അവനുമാണ് അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ സോന അതെ, അതിന് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അവൻ നിന്നെ പോലെയല്ല, നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് അവിടെ നിന്ന് പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് സോന രോഹിത്തിനോട് താങ്ക്സ് പറയുന്നതാണ് കാണിക്കുന്നത്. പ്രീതിയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൈ എടുത്തിട്ട് ഒപ്പം വെക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ റൗണ്ടിലേക്ക് 3 പേർ സെലക്ട് ആവുമ്പോൾ അതിൽ പൂജയും പരിയും ഉണ്ടാവും. അങ്ങനെ പരി വന്നിട്ട് അവളുടെ ഡ്രസ്സ് എടുത്തിട്ട് നോക്കുമ്പോൾ അതിൽ കറ കണ്ടിട്ട് അവളുടെ ഡ്രസ്സ് പൂജയുടെ ഡ്രസ്സുമായിട്ട് അവൾ മാറ്റുകയാണ്. അപ്പോൾ സുമിത്ത് പറഞ്ഞ് ആ ആൾ വെട്ടിവെച്ച ഡ്രസ്സ് പൂജയും ഇടുന്നുണ്ട്. അങ്ങനെ റാമ്പ് വാക്ക് ചെയ്യുന്ന സമയത്ത് പൂജയുടെ ഡ്രസ്സ് അഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിലും അവൾ നാണം കെട്ട് നിൽക്കുമ്പോൾ സോന അവളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഷോയിൽ പരി വിന്നറാകുന്നുണ്ട്. പരി വിന്നറായിട്ടും പൂജയുടെ അവസ്ഥയോർത്തിട്ട് സോനയ്ക്ക് സന്തോഷിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പൂജ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം സോനാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിങ് റൂമിൽ അവൾ വന്നിട്ട് പരിയുടെ ഡ്രസ്സ് നോക്കിയിരുന്ന ആ കാര്യമെല്ലാം അവരോട് പറഞ്ഞ് പരി ജയിക്കാനാണ് സോന എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് പൂജ എല്ലാവരോടും പറയാണ്. അങ്ങനെ രോഹിത്ത് ദേഷ്യത്തോടെ സോനയുടെ അടുത്ത് ചെന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അവളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. രോഹിത്ത്, നീ ഇത്ര തരം താഴ്ന്ന സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിൻ്റെ അനിയത്തി വിന്നറാകാൻ വേണ്ടിയിട്ട് നീ എൻ്റെ പൂജയുടെ ജീവിതം വെച്ചാണ് കളിച്ചത് എന്നെല്ലാം ദേഷ്യത്തോടു കൂടി അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ രോഹിത്തും സോനയും ഇതുവരെ ഉണ്ടാകാത്ത അത്രയും വലിയ വഴക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ വീട്ടിലേക്ക് ചെന്ന് എല്ലാവരും കൂടെ പൂജയെ സമാധാനിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ പരിയെ കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഞാൻ കാരണമല്ലേ ഇന്ന് പൂജയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നാലോചിച്ചിട്ട് കുറ്റബോധത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ആരോടും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടിട്ട് സോന അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സോനയോട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അവളാണ് ഇന്ന് പൂജയുടെ ഡ്രസ്സ് മാറ്റി വെച്ചത്, ഇന്ന് പൂജയ്ക്ക് ഉണ്ടായത് ശരിക്കും എനിക്കാണ് സംഭവിക്കേണ്ടിയിരുന്നത് എന്നെല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സോനയും ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ സോന ആലോചിച്ചിട്ട് ഇതിന് പിന്നിൽ സുമിത്ത് തന്നെ ആകുമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോന ജേർണലിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പൂജയെക്കുറിച്ചുള്ള ഒരു ന്യൂസും പേപ്പറിൽ വരാൻ പാടില്ല എന്ന് അവരോട് പറയുകയാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രോഹിത്തും എല്ലാവരും പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പൂജയെക്കുറിച്ചുള്ള ഒരു ന്യൂസും അതിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിട്ട് അവർ സമാധാനത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം സോനയുടെ വീട്ടിലെ സുമൻ പരിയുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സോന പൂജയുടെ ഫോട്ടോ എന്തായാലും വന്നില്ലല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുന്നത് കേട്ട് സുമൻ അവളോട് ദേഷ്യപ്പെടാണ്. നീ എന്തിനാ അവളുടെ കാര്യമൊക്കെ നോക്കുന്നത്, അവൾ നിൻ്റെ ആരാ എന്ന് പറയുമ്പോൾ അവിടേക്ക് പ്രതീക്ക് വന്നിട്ട് അമ്മ ഇപ്പോൾ പരിക്കാണ് പൂജയുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ ഉണ്ടായത് എങ്കിൽ എന്ന് പറയുമ്പോഴേക്കും നല്ല അടി സുമൻ പ്രതീക്കിന് കൊടുക്കുന്നുണ്ട്. പിന്നെ രോഹിത്തിനെയും യാഷിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, ഇന്ന് ന്യൂസ് വരേണ്ടതാണല്ലോ, ആ ജേർണലിസ്റ്റിൻ്റെ മനസ്സാകെ മാറിയോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.